ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് ദ കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ് എന്നുള്ളതാണ്. കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്ന ഐഡിയ ശരിക്കും എന്താണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസിലേക്ക് വരാനായിട്ട്. ഓർബിറ്റൽസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഓർബിറ്റൽസ് ഇങ്ങനെ ഇരിക്കുന്നു, ഓർബിറ്റൽസ് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഓർബിറ്റൽസ് അവിടെയെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഓർബിറ്റൽസിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചറുകൾ തന്നെയാണ്. പക്ഷേ അവിടെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടില്ല. ഇവിടെയാണ് നമ്മളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഓർബിറ്റൽസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത്. ഓർബിറ്റൽസിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എവിടെ നിന്നാണ് നമുക്ക് ഓർബിറ്റൽസ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഐഡിയ ആദ്യം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ നിന്നാണ്. ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ശരിക്കും നമുക്ക് രണ്ട് തരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നു. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ഇക്വേഷൻസും രണ്ടാമത്തത് ആംഗുലർ ഇക്വേഷൻസുമാണ് കിട്ടുന്നത്. ഒന്നാമത്തെ റേഡിയൽ ഇക്വേഷൻസിനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന 6 ഇക്വേഷൻസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയും ആംഗുലർ പാർട്ടിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് രണ്ട് തരം കമ്പോണൻസ് ചേർന്നതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഒന്ന് തീറ്റ കമ്പോണൻറ്റും രണ്ടാമത്തത് ഫൈ കമ്പോണൻറ്റും. ഈ രണ്ട് തരം കമ്പോണൻറ്റും കൂടെ ചേർന്നതാണ് ആംഗുലർ പാർട്ട് എന്ന് പറയുന്നത്. റേഡിയൽ പാർട്ടിൻ്റെ സൊല്യൂഷനെ നമ്മൾ റേഡിയൽ സൊല്യൂഷൻസ് എന്ന പേരിലും ആംഗുലർ പാർട്ടിൻ്റെ സൊല്യൂഷൻസിനെ നമ്മൾ സൊല്യൂഷൻസ് ഓഫ് ആംഗുലർ പാർട്ട് എന്നും അറിയപ്പെടുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നേരത്തെ ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം നമ്മൾ പറഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ കാണിക്കുകയുണ്ടായി. ആംഗുലർ പാർട്ടിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഓർബിറ്റൽസിൻ്റെ ഷേപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. കൂടാതെ തന്നെ ഈ റേഡിയൽ പാർട്ടിനെയും ആംഗുലർ പാർട്ടിനെയും സോൾവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ഐഡിയ കൈവരുന്നുണ്ട്. ആ 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന 3 ക്വാണ്ടം നമ്പേഴ്സും അത് മൂന്നും ക്ലാസിക്കൽ വേരിയബിൾസ് ഉള്ള ക്ലാസിക്കൽ ഐഡിയാസ് ഉള്ള 3 ക്വാണ്ടം നമ്പേഴ്സും നാലാമത്തതായിട്ട് സ്പിൻ ക്വാണ്ടം നമ്പറും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ സ്പിൻ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പിൻ എന്ന് പറയുന്ന ഐഡിയ ഒരു പ്യുവർലി ക്ലാസിക്കൽ ഐഡിയ അല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഐഡിയ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഐഡിയ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഓർബിറ്റൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഓർബിറ്റൽസ് രണ്ട് തരത്തിലാണ് നമുക്ക് വരുന്നത്. അതായത് റേഡിയൽ പാർട്ടിൻ്റെ സൊല്യൂഷനും ആംഗുലർ പാർട്ടിൻ്റെ സൊല്യൂഷനും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. ആർ ഓഫ് ആർ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ലഗൂറെ പോളിനോമിയൽസ് എന്ന് പറയുകയും ലഗൂറെ ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനകത്ത് ആർ ഓഫ് ആറിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അതിനു മുൻപ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തുകയുണ്ടായി. അവിടെ നമ്മൾ വൈ തീറ്റ ഫൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആംഗുലർ പാർട്ടിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും നമ്മളിവിടെ പറയുകയുണ്ടായി. അങ്ങനെ അതിന് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചു. എന്നതിന് ശേഷം നമ്മൾ ആ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചും വൈ തീറ്റ ഫൈ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്തു. These are the things that we have seen in our earlier classes. What is the significance of these things? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഇതാണ്. The idea obtained from this കൺസെപ്റ്റ്, ഈ ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടിയ വേവ് ഇക്വേഷൻസ് അല്ലെങ്കിൽ റേഡിയൽ വേവ് ഇക്വേഷനും ആംഗുലർ വേവ് ഇക്വേഷനും ഉപയോഗിച്ചുകൊണ്ട് ഓർബിറ്റൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഒരു അറ്റോമിക് സിസ്റ്റത്തിനകത്തുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നൗ എന്താണ് ഈ റേഡിയൽ പാർട്ടിൻ്റെയും ആംഗുലർ പാർട്ടിൻ്റെയും സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അതിലേക്ക് നമുക്ക് വരാം. നമ്മളിവിടെ റേഡിയൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആർ ഓഫ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് എൻ എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. ഇതിൻ്റെ വാല്യൂസ് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. R10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാം. R10 എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ എനർജി ലെവലിൽ ഉൾപ്പെടുന്ന എൽ വാല്യൂ 0 ആയിട്ടുള്ള ഒരു
സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ എനർജി ലെവൽ എന്ന് പറയുന്നത് RNLR എന്നാണ് ഇതിനെ സാധാരണഗതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ നമ്പർ RNL എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേറെ N സ്റ്റാൻഡ്സ് ഫോർ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L സ്റ്റാൻഡ്സ് ഫോർ ദ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. വെൻ R10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഒന്നാമത്തെ എനർജി ലെവൽ, അതായത് N = 1, അവിടെ N എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ L വാല്യൂ എന്ന് പറയുന്നത് 0ഉം ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇക്വേഷൻ മാറുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയുണ്ടായി. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ മാറുന്നതും ആ ഇക്വേഷൻ്റെ ഏകദേശം ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് R10 = 2 into Z/A0 raised to 3/2 e raised to minus ZR/A0. ഇവിടുത്തെ രസകരമായ കാര്യം, നമ്മൾ നേരത്തെ ഒരിടത്ത് പോലും നമ്മൾ ഇസഡിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നമ്മൾ 2ഉം പരിഗണിച്ചിരുന്നു, അങ്ങനെയുള്ള ഐഡിയയൊക്കെ വന്നിരുന്നു. പക്ഷെ നമ്മൾ ഇസഡിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇസഡ് എന്ന് പറയുന്നത് പുതുതായിട്ട് ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോജനെ കുറിച്ച് മാത്രമല്ല, ഹൈഡ്രോജനേക്കാളും മുകളിലുള്ള പലതരത്തിലുള്ള അറ്റോമിക് സിസ്റ്റത്തിനകത്തും എല്ലാം ഒരു ഹൈഡ്രോജൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഹയർ അറ്റോമിക് സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് 1 ഇലക്ട്രോണുകൾ വന്നിട്ടുള്ള സിസ്റ്റമാണ് എന്നുള്ളത് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ പറയുകയുണ്ടായി. ഇസഡ് എന്ന് പറയുന്നത് ഓരോ സിസ്റ്റത്തിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതിനെ നമുക്ക് അറ്റോമിക് നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അറ്റോമിക് നമ്പർ എന്ന് പറയാം. 2 ആകുന്ന സമയത്ത് നമുക്ക് 2 ഇസഡിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. 3 ആകുന്ന സമയത്ത് ഇസഡിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു നമ്പർ എന്നുള്ള നിലയിൽ നമ്മളതിനെ ക്വാണ്ടിഫൈ ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുകയുണ്ടായി. ഓക്കെ, നൗ ഇനി അടുത്തതായിട്ടൊരു കൺസെപ്റ്റ് പറഞ്ഞത്, നമുക്ക് L വാല്യൂ 0 ആയി കഴിയുന്ന സമയത്ത് അതിനെ നമ്മൾ ഒരു പേര് കൊടുത്തു. വെൻ ദ L വാല്യൂ, ആംഗുലർ മൊമെൻറ്റം വാല്യൂ ആണ് L എന്ന് പറയുന്നത്, L വാല്യൂ 0 ആകുന്ന സമയത്ത് അതിനൊരു പേര് കൊടുത്തു. ദാറ്റ് ഈസ് S ഓർബിറ്റൽ എന്ന പേര് കൊടുത്തു. S എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഷാർപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം, S ഓർബിറ്റൽ. L വാല്യൂ 1 ആകുന്ന സമയത്ത് നമ്മൾ അതിന് പേര് കൊടുത്തു P ഓർബിറ്റൽ എന്ന പേര് കൊടുക്കുകയുണ്ടായി. P ഓർബിറ്റൽ എന്ന പേര് കൊടുത്തു. L വാല്യൂ 2 ആകുന്ന സമയത്ത് നമ്മളതിനെ D ഓർബിറ്റൽ എന്ന പേര് കൊടുക്കുകയുണ്ടായി. L വാല്യൂ 3 ആകുന്ന സമയത്ത് നമ്മളതിനെ ഒരു പേര് കൊടുത്തു. ദാറ്റ് ഈസ് നോൺ ആസ് F ഓർബിറ്റൽ എന്ന പേര് കൊടുത്തു, F ഓർബിറ്റൽ. ഈ F ഓർബിറ്റൽ, D ഓർബിറ്റൽ, P ഓർബിറ്റൽ, S എന്നതിൻ്റെയൊക്കെ മീനിങ്ങോടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. S ഷാർപ്പാണ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടേം ഫണ്ടമെൻ്റൽ. ഓക്കെ, നൗ ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒന്നാമത്തെ ലെവലിലെ S ഓർബിറ്റലാണ്, ഒന്നാമത്തെ ലെവലിലെ S ഓർബിറ്റലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ബിക്കോസ് L വാല്യൂ 0 ആകുന്ന സമയത്ത് അത് S ആണെന്ന് പറയാൻ സാധിക്കും. ഈ രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും L വാല്യൂ 1 വരുന്ന സമയത്ത് R വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തൽക്കാലം 2വിൽ, R വാല്യൂ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ എനർജി ലെവലിൽ നമുക്ക് L വാല്യൂ 1 വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 2p ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വീണ്ടും പറയാനായിട്ട് സാധിക്കും ഇത് 2s ആണ്. ഇവിടെ നമുക്ക് ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു 3D ഓർബിറ്റലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതൊരു 3p ഓർബിറ്റലാണെന്ന് പറയാൻ സാധിക്കും. ഇവിടെ നമുക്കതൊരു 3s ഓർബിറ്റലാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, വെദർ വി ഹാവ് ടു സ്റ്റഡി ദീസ് ഇക്വേഷൻസ് ഫോർ അവർ ഫൈനൽ എക്സാം എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നാം. നോട്ട് നെസസറി. 1-2 ഇക്വേഷൻസ്, പ്രധാനമായിട്ടും ഈ ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഈ ഇക്വേഷൻ എന്നുള്ളതിനെ കുറിച്ച് മാത്രം. ബാക്കി ഇക്വേഷൻസോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ഇക്വേഷൻസ് നമുക്കവിടെ ഒരു വലിയ ഘടകമല്ല. പകരം ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഗ്രാഫ് വരച്ചാൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്താലും അതിൻ്റെ ഫുൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്നത് സൈ എന്നാണ് എഴുതുന്നത്. നമുക്ക് ഇവിടുത്തെ സൈ എന്ന് പറയുന്നത് ആറിനെയും തീറ്റയെയും ഫൈയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNLR YL തീറ്റ YLM തീറ്റ ഫൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും R ഓഫ് R, തീറ്റ ഓഫ് തീറ്റ, ഫൈ ഓഫ് ഫൈ എന്ന് പറയുന്ന 3 ടേമിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്, നമുക്ക് പ്രോഡക്റ്റ് വേവ് ഫംഗ്ഷനാണ് സൈ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫോർ ദ കേസ് ഓഫ് ഹൈഡ്രോജൻ ആറ്റത്തിൽ അതാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഏതൊരു സിസ്റ്റം എടുത്താലും അങ്ങനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ, അപ്പോൾ നിങ്ങൾക്കുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്ത വരുന്നത് വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത്
നമ്മൾ സാധാരണയായിട്ട് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിനെ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാറില്ല. പകരം വേവ് ഫംഗ്ഷൻസിൻ്റെ സ്ക്വയറുകൾ, സൈസ് സ്ക്വയറുകളെയാണ് സാധാരണയായി നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ സൈസ് സ്ക്വയറുകൾ എന്ന് പറയുന്നത് സൈ സ്ക്വയർ ആർ തീറ്റ ഫൈ അല്ലേ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം വരാം. തീർച്ചയായിട്ടും അതെ. പക്ഷേ ഈ 3 പ്രോഡക്റ്റുകളെയും, അതായത് 3 ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവയുടെ പ്രോപ്പറായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഗ്രാഫിക്കലായിട്ട് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പഠിക്കുന്നത് ആർ പാർട്ടിന് സെപ്പറേറ്റ് എടുത്തും ആംഗുലർ പാർട്ടായിട്ടുള്ള തീറ്റയെയും ഫൈയെയും സെപ്പറേറ്റ് എടുത്തുമാണ്. ഇതിൻ്റെ ഒരു പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ നമുക്കൊരു ഗ്രാഫ് പേപ്പറിലോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻസ് ഒരിക്കലും നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഓക്കെ, നൗ എസും പിയും ഡിയും എഫും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡ്രോ സം ഓഫ് ദ പ്ലോട്ട്. നമ്മളിവിടെ പ്ലോട്ടുകൾ നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളിവിടെ പ്ലോട്ടുകൾ വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആർ വാല്യൂസ്, നമുക്കിപ്പോൾ R10 തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. R10 വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു സിസ്റ്റം എടുക്കുന്ന സമയത്ത്, നമ്മളുടെ ഹൈഡ്രോജൻ ആറ്റം പ്രോബ്ലം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈഡ്രോജനിക് സിസ്റ്റംസ് എടുക്കുന്ന സമയത്ത് ഈ ഹൈഡ്രോജനിക് സിസ്റ്റത്തിൻ്റെ എല്ലാം പ്രത്യേകത അല്ലെങ്കിൽ അറ്റോമിക് സിസ്റ്റത്തിൻ്റെ എല്ലാം പ്രത്യേകത നമ്മളിവിടെ വളരെ വേഗമായി ഇതിനെ അസ്യൂം ചെയ്യുന്നത് അതൊരു സ്പിയറായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. വി ആർ അസ്യൂമിങ് ഇറ്റ് ആസ് എ സ്പിയർ. അതൊരു സ്പിയർ ആയിട്ട് അസ്യൂം ചെയ്യുന്ന സമയത്ത് സ്പിയർ ആയിട്ടാണ് നമ്മളതിനെ അസ്യൂം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി നമുക്കറിയാനായിട്ട് സാധിക്കും 4πr² ആണെന്ന് നമുക്കറിയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് R ഈസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സ്പിയർ. ഇൻ ദിസ് കേസ് നമ്മളുടെ അറ്റോമിക് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ പരിഷ്കരിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു സർഫസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ സർഫസിലുള്ള ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സർഫസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ R10 അല്ലെങ്കിൽ R എന്ന് പറയുന്ന റേഡിയൽ വേവ് ഫംഗ്ഷനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു സർഫസ് ഏരിയ ആയിട്ടുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² R തമ്മിലുള്ള ഒരു പ്രോഡക്റ്റ് എടുത്താൽ R കുറിച്ച് നമുക്കറിയാം. R നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ R സ്ക്വയർ എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ R² മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് വി ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 4π. ദെൻ അതർ വേഴ്സസ് R അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ് കുറച്ചും കൂടെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ റിയൽ വേൾഡ് സിറ്റുവേഷനുമായിട്ട് യോജിക്കുന്ന ഒന്നാണ് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ആക്സിസിൽ നമ്മളുടെ റേഡിയസും വൈ ആക്സിസിൽ ആ റേഡിയസിനനുസരിച്ച് മാറുന്ന ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഇതാണ്. നമ്മളൊരു ആർ വാല്യൂസിനനുസരിച്ച് എങ്ങനെ 4πr² മാറുന്നു എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്തുകൊണ്ട് R² വാല്യൂ എടുത്തു എന്നൊരു ചോദ്യം ഇതാണ്. R² വാല്യൂ എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷനാണ്. വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ മാത്രമേ നമുക്കിവിടെ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ? ഇറ്റ് വിൽ റെപ്രസെൻറ്റ് the electronic distribution or electron probability എന്ന് പറയുന്നത്. probability of finding electron in a particular space or particular sphere. അപ്പോൾ R വാല്യൂസ് മാറുന്നതിനനുസരിച്ച് വാല്യൂസ് എന്ന് പറഞ്ഞാൽ R0 ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ എന്ത് മാറുന്നു? R1 ആകുന്നതിനനുസരിച്ച് വാല്യൂ എന്ത് മാറുന്നു? R2 ആകുന്നതിനനുസരിച്ച് എന്ത് മാറുന്നു? അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം എടുക്കുന്നത് R1s വാല്യൂ മാത്രമാണ്. ഓക്കെ, ഓർബിറ്റൽ കൺസെപ്റ്റിൽ അപ്പോൾ നമുക്കിങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന കർവുകൾ എന്തായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഷേപ്പ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കിനി ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന കർവുകളുടെ ഷേപ്പുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ഒരു രീതിയിലായിരിക്കും. ഞാനിവിടെ 2 തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ 1s ഓർബിറ്റലിനെ കുറിച്ചുള്ള ഐഡിയ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞാൻ 2s ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1s ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഐഡിയ എന്ന് പറയുന്നത് യു ക്യാൻ സീ ദാറ്റ് വെൻ വി ആർ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ആർ ഇൻ ദ എക്സ് ആക്സിസിൽ നമുക്കിവിടെ ആണ് വന്നിരിക്കുന്നത്. വൈ ആക്സിസിൽ sin² 4πr² ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ 1s ഓർബിറ്റൽസിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ പീക്ക് ലൈക്ക് ദിസ്. ഇതുപോലെ നമുക്കൊരു പീക്ക് നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടപ്പെടുന്ന ഒരു പീക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ പീക്ക് പൊസിഷൻ എന്ന് സാധാരണയായിട്ട് നമ്മൾ ഈ പീക്ക് പൊസിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദാറ്റ് പീക്ക് പൊസിഷൻ ഷുഡ് ബി അറ്റ് എ പോയിന്റ് നോട്ട്
5 നാനോമീറ്റർ. ഈ ഒരു R എടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഇൻ നാനോമീറ്റർ ആണ്. ഇവിടെയും നമുക്ക് R എടുത്തിരിക്കുന്നത് ഇൻ നാനോമീറ്റർ ആണെങ്കിൽ നാനോമീറ്റർ സ്കെയിലിൽ വരുന്ന സമയത്ത് പീക്ക് പൊസിഷൻ എന്ന് പറയുന്നത് 0.05 നാനോമീറ്റർ ആണ്. ഈ ഒരു പീക്കിൻ്റെ ഉയരം അല്ലെങ്കിൽ ഈ ഒരു പീക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 10.23 ഇൻറ്റു 10⁻⁹ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പീക്ക് പൊസിഷനാണ് ഞാൻ പറഞ്ഞത്, അത് 0.05 നാനോമീറ്ററിലായിരിക്കും സാധാരണഗതിയിൽ വരുന്നത്. ദിസ് ആർ ഓൾ തിങ്സ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് അപ്പോൺ ദ റേഡിയൽ ഇക്വേഷൻ ഓഫ് ഹൈഡ്രോജൻ ആറ്റം. ഹൈഡ്രോജൻ ആറ്റം പ്രോബ്ലത്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത റേഡിയൽ ഇക്വേഷൻ വെച്ച് മാത്രം ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ റേഡിയൽ ഇക്വേഷനും അവിടെ നമ്മൾ R², അതിൻ്റെ ഒരു R² വാല്യൂസും നമ്മൾ എടുക്കുകയുണ്ടായി. അതെല്ലാം കൂടെ വെച്ച് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് ഇത് എന്ന് പറയുന്നത്. Then coming to the 2s orbital. Similarly, in the case of 2s orbital, we are taking 4πr² r in the y-axis and r in the x-axis. R നമുക്ക് ഇവിടെ x-axis നമുക്ക് എടുക്കുന്നു എന്ന് ഇരിക്കട്ടെ. In this case also, you can see that two peaks are there. One is a smaller peak and another one is a larger peak. In the smaller peak, you have the amplitude of 0.98 into 10⁻⁹ ആണ് നമുക്കതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് വെൻ വി ആർ കൺസിഡറിങ് ദ സെക്കൻഡ് പൊസിഷൻ, നമുക്ക് രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു പീക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3.61 into 10⁻⁹ ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈ നമ്മളുടെ 1s ഓർബിറ്റൽസിനേക്കാളും വളരെയധികം ചെറിയ രണ്ട് പീക്കുകളാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ്, അതായത് നമ്മൾ ഈ R വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് 4πr², ഈ ഇതിനകത്ത് 4πr², ഈ ഒരു ഇക്വേഷൻ എടുത്തതിന് ശേഷം ഈ ഇക്വേഷന് 4πr², R², അതായത് R വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന R വാല്യൂസിനനുസരിച്ച് അതിൻ്റെ വാല്യൂ എങ്ങനെ മാറുന്നു എന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ ഒരു പീക്ക് കിട്ടുന്നത്. ഈ പീക്കിൻ്റെ പൊസിഷൻ, ഈ ഒന്നാമത്തെ പീക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0.04 നാനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഇവിടെ 0.05 ആണെങ്കിൽ ഇവിടെ 0.04 നാനോമീറ്ററിലാണ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് പീക്ക് ഈസ് അബൌട്ട് 0.28 നാനോമീറ്റർ. 0.28 നാനോമീറ്ററിലാണ് നമുക്ക് രണ്ടാമത്തെ പീക്ക്. ഇവിടെ നിന്നും നല്ല വേരിയേഷനുള്ള ഒരു ഏരിയയിലാണ്, അതൊരു കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള, ആദ്യത്തിനേക്കാളും കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു പീക്കായിരിക്കും കിട്ടുന്നത്. ആൻഡ് ദർ ഇസ് എ പോയിന്റ് വെയർ വി ക്യാൻ സീ, ഇവിടെ നമുക്ക് ഈ ഒരു പീക്ക് മാക്സിമം പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷം ഇത് മിനിമത്തിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദർ ഈസ് യു ക്യാൻ സീ ദ R വാല്യൂ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ദ 4πr² R² is equal to 0. 0 അല്ലാതെ വെൻ R വാല്യൂ is equal to 0 ആകുന്ന സമയത്ത് ഈ ഒരു ടേം 0 ആയിട്ട് പോകും. പക്ഷേ 0 അല്ലാത്ത മറ്റൊരു പൊസിഷനിലും അത് 0 ആയിട്ട് മാറുന്നു. വാട്ട് ഈസ് ദാറ്റ്? ആ ഒരു പൊസിഷനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ്സ് നോൺ ആസ് നോഡ്. നോഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു 2s ഓർബിറ്റൽസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നോഡ് എന്ന് പറയുന്നത് 0.11 നാനോമീറ്റർ ആയിരിക്കും. അപ്പോൾ നോഡിൻ്റെ പൊസിഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, 0.11 നാനോമീറ്റർ ആയിരിക്കും. അപ്പം എന്താണ് നോഡ് എന്ന് പറയുന്നത്? നമുക്കൊരു റേഡിയൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ റേഡിയൽ സിസ്റ്റത്തിനെ നമ്മളൊരു ഗ്രാഫിക്കൽ പ്ലോട്ടിലേക്ക് വന്നാൽ, ഇതുപോലെയുള്ള ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ഏരിയാസ് ഉണ്ടാകും വെയർ വി കനോട്ട് ഫൈൻഡ് എനി ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെയും കണ്ടെത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ദിസ് ഏരിയ ഈസ് 0 എന്ന് പറയുന്ന ചില ഏരിയാസ് ഉണ്ടാകും. ആ ഏരിയാസിനെ നമ്മൾ പറയുന്ന പേരാണ് നോഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റേഡിയൽ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരം കർവുകളിൽ നോഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് റേഡിയൽ നോഡ്സ് എന്ന പേരിൽ പറയുന്നത്. ഓക്കെ, നൗ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് n-l-1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഫോർ 2s ഓർബിറ്റൽസ് എടുക്കുന്ന സമയത്ത് 2s ഓർബിറ്റൽസിനകത്ത് n വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, l വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഫോർ ദിസ് സിസ്റ്റം, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഫോർ ദിസ് സിസ്റ്റം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ 2 minus 0 minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് 2 minus 1 is equal to 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Same, nodes can be calculated by knowing the quantum numbers of specified orbitals. ഓർബിറ്റൽസിൻ്റെ നമുക്കറിയാവുന്ന ക്വാണ്ടം നമ്പേഴ്സ് വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നമുക്ക് നോഡുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എല്ലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്കവിടെ ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആസ് ഐ ഹാവ് ഷോൺ യു ഏർലിയർ, ഞാൻ തൊട്ട് മുമ്പേ നിങ്ങളെ കാണിച്ച കാര്യമാണ് അത് എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ടു ദ
2p, 3s, 3p ആൻഡ് 3d ഓർബിറ്റൽസ്. നമ്മളിനി ഈ ഒരു ഓർബിറ്റൽസിലേക്കൊക്കെ പോവുകയാണ്. 2p ഓർബിറ്റൽസിലേക്ക് വരുന്ന സമയത്ത് ആസ് വി ഹാവ് സീൻ ഫ്രം ദ ഏർലിയർ എക്സാമ്പിൾ 2p ഓർബിറ്റൽസ് എടുക്കുന്ന സമയത്ത് n-l-1 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 2 - 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അവിടെ നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടാവുകയില്ല. പക്ഷേ നമുക്ക് അവിടുത്തെ പീക്ക് പൊസിഷൻ ശ്രദ്ധിച്ചാൽ 1s നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് 1sൻ്റെ കേസ് ഞാൻ പറഞ്ഞത് 0.05 നാനോമീറ്ററിലാണ്. അവിടുന്ന് ഏകദേശം 4 മടങ്ങ് അകലെയായിട്ട് അതായത് 0.20 നാനോമീറ്ററിലാണ് സാധാരണഗതിയിൽ ഈ 2pയുടെ പീക്ക് പൊസിഷൻ വരുന്നത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3.91 × 10⁻⁹ ആണ്. ദാറ്റ് ഈസ് നോട്ട് അപ് ടു നമ്മളുടെ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പീക്ക് പൊസിഷൻ വരുന്നതെന്ന് പറയുന്ന 1s ഓർബിറ്റൽസിന് തന്നെയായിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് 3s ഓർബിറ്റൽ യു ക്യാൻ സീ ദാറ്റ് 4πr² ψ² വാല്യൂസ് വെച്ചിട്ട് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 3s ഓർബിറ്റൽ എത്തുന്ന സമയത്ത് n-l-1 റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 - l എന്ന് പറയുന്നത് 0 ആണ്. 0 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 നോഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 2 നോഡുകൾ, ഇവിടെയും ഒരു നോഡ് ഇവിടെയും ഒരു നോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദ പീക്ക് പൊസിഷൻസ് ആർ 0.049 ഒരു പീക്ക് പൊസിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി ലോ. And in the case of 0.21 there is another peak position, and for 0.65 nanometer there is another peak position is there. And in the case of this case there is a first node appeared at 0.10 nanometer. 0.10 ൽ വരും. ഇവിടെ സെക്കൻഡ് നോഡ് 0.38 ആണ്. 0.38 എന്നല്ല 0.38 നാനോമീറ്ററിലാണ് രണ്ടാമത്തെ നമുക്ക് കിട്ടുന്ന നോഡ് എന്ന് പറയുന്നത്. 3p ഓർബിറ്റൽസിന് ഇത് വെച്ച് നമുക്ക് ഗ്രാഫുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എന്നുള്ള നിലയിൽ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. 3p you can draw based on this ideas. Peak position 0.16 നാനോമീറ്റർ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് വരും. പീക്ക് പൊസിഷന് രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് 2 പീക്കുകൾ അതിനകത്ത് വരും. അതിനകത്ത് നോഡ് എന്ന് പറയുന്നത് 0.32 നാനോമീറ്ററിലായിരിക്കും. ആൻഡ് ദെൻ യു ക്യാൻ ഡ്രോ അനദർ വൺ 3ഡിയുടെ വരുന്ന സമയത്ത് n-l-1 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3d ഓർബിറ്റൽസിനകത്ത് നോഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ പീക്ക് പൊസിഷൻ എന്ന് പറയുന്നത് 0.48 നാനോമീറ്ററിൽ ഒരു പീക്ക് പൊസിഷൻ ഉണ്ടായിരിക്കും. ദെൻ അനദർ വൺ ഷുഡ് ബി ദർ ഇസ് an ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2.12 × 10⁻⁹ ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ അതിൻ്റെ അതായത് ആ പീക്ക് പൊസിഷനിൽ 0.48 നാനോമീറ്ററിലുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് p ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ l വാല്യൂ 1 വരുന്ന സമയത്ത് ദിസ് കുഡ് ബി 1s ഓർബിറ്റൽ. ഇതെന്ന് പറയുന്നത് 1s ഓർബിറ്റൽ ആയിരിക്കും. 1s ഓർബിറ്റൽ എന്നതിനേക്കാൾ s ഓർബിറ്റൽ ആയിരിക്കും. ദിസ് കുഡ് ബി p ഓർബിറ്റൽ ആയിരിക്കും. ആൻഡ് p ഓർബിറ്റൽ എന്ന് പറയുന്നത് ഈ ഓർബിറ്റലിൻ്റെ എന്താണ് px ആണോ py ആണോ pz ആണോ നമുക്ക് വഴിയെ കാണാം. ഇതും ഒരു p ഓർബിറ്റൽ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ഓൾസോ p ഓർബിറ്റൽ ആയിരിക്കും. അതായത് വെൻ l വാല്യൂ ഈസ് ഈക്വൽ ടു 1 നമുക്കറിയാൻ സാധിക്കും empty will take values 0 ± 1 വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വെൻ l വാല്യൂ ഈസ് ഈക്വൽ ടു 2 വരുന്ന സമയത്ത് നമുക്കറിയാം m വാല്യൂ എന്ന് പറയുന്നത് 0 ആകാം ±1 ആകാം ±2 ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതായത് നമുക്കിവിടെ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് എന്തെടുക്കാനായിട്ട് സാധിക്കും. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ ഡി ഓർബിറ്റൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ എല്ലാ ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിനി അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന എസ് ഓർബിറ്റൽസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആംഗുലാർ വേവ് ഫംഗ്ഷൻസിൻ്റെ സൊല്യൂഷൻസ് നടത്തുന്ന സമയത്താണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എസ് ഓർബിറ്റൽസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജസ്റ്റ് വേഗമായ ഒരു ഐഡിയ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ in the case of l is equal to 1 വരുന്ന സമയത്ത് നമുക്കറിയാം PLX വാല്യൂസ് ഉണ്ട്. നമ്മൾ l വാല്യൂ 1 വരുന്ന സമയത്ത് l 0 ആകുന്ന സമയത്ത് 2⁻⁴ 1 ആണ്. 0 ഫാക്ടോറിയൽ 1 ആണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ടേം എന്ന് പറയുന്നത് 1 ആണ്. അതായത് PLX വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. P1 - x² m/2 and for that case m value is equal to 0. m value 0 ആകുന്ന സമയത്ത് this is also 0 and this is also not 0, this is 1, this is 1. ഈ ടേമും 1 ആയിട്ട് മാറുന്നു. അങ്ങനെ എല്ലാ ടേമുകളും 1 ആയിട്ട് മാറുന്ന സമയത്ത് ഇവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 0 ഇവിടെ 1 ആണ്. 1/2 1/2 ഇവിടെ 0 - 0 ഫാക്ടോറിയൽ എല്ലാം 0 1 ആണ് വരുന്നത്. നമുക്കപ്പോൾ 1/2 ½ എന്ന് നമുക്ക് 1/2 ½ വരും. ദെൻ നമുക്കിവിടെ
അടുത്തത് 4π ആണ്. 4π ഇവിടെയുണ്ട്. 4π ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? 1/4π എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 1/4π⁻½ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇവിടുത്തെ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, എസ് ഓർബിറ്റലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4π⁻½ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഇക്വേഷൻ ദിസ് തീറ്റ ആൻഡ് ഫൈ ഇൻഡിപെൻഡൻറ്റ്. ഇത് തീറ്റയെയും ഫൈയെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് തീറ്റയെയും ഫൈയെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ തീറ്റയും ഫൈയെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അത് തീറ്റയുടെയും ഫൈയുടെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് ഒരിക്കലും ഈ ഇക്വേഷനകത്ത് മാറ്റം വരുന്നില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ഓർബിറ്റൽസിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സോ y(0,0) θ φ = 1/4π⁻½ എന്ന് പറയുന്ന സിസ്റ്റം എടുക്കുന്ന സമയത്ത്, ഇത്തരമൊരു സിസ്റ്റം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളുടെ തീറ്റ വാല്യൂസും എങ്ങനെയാണ് നമുക്കിതിനെ പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വാല്യൂസിനെ മാറ്റാനായിട്ട് സാധിക്കുന്നത്. സി, വെൻ തീറ്റ വാല്യൂ ചേഞ്ചസ്, തീറ്റ വാല്യൂ എന്ന് പറയുന്നത് 0 ആകാം. തീറ്റയുടെ വാല്യൂ 0 to π വരെയും ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 2π വരെയുമാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. തീറ്റ വാല്യൂ 0 ആയാലും പൈ ആയാലും ഫൈ വാല്യൂ 0 ആയാലും 2π ആയാലും അതെല്ലാം ഇതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഫോർ എവറി കേസ് ദ വാല്യൂ ഷുഡ് ബി 4π⁻½ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, the value should be, that is the y(0,0) θ φ, that is should be equal to 1/4π⁻². 1/4π⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.282 ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്ക്വയർ നമ്മൾ സാധാരണയായിട്ട് ഇതിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 0.074 അല്ല 0.796 വരും. സോ 0.0ക്കാണ് ഈ വാല്യൂ വരുന്നത്. ദെൻ 10 ഡിഗ്രി ആണെങ്കിൽ ദിസ് ഈസ് ഡിഗ്രിയിൽ റെപ്രസെൻറ്റ് 10 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് വാല്യൂ വരുന്നത്. ദിസ് ഈസ് ദ സിമിലർ വാല്യൂ. 20 ആണെങ്കിലും 30 ആണെങ്കിലും 40 ആണെങ്കിലും അപ് ടു വി ആർ ഗോയിങ് ടു പൈ വരെ നമുക്ക് പോയാൽ പോലും നമുക്ക് വാല്യൂസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും വരുന്നത്. അതായത് ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട്, നമ്മളൊരു x5 പ്ലോട്ടിലാണ് ഇത് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും ദാറ്റ് കുഡ് ബി ലൈക്ക് ദിസ്. അതായത് നമ്മളിവിടെ ഒരു ഫോർ എക്സാമ്പിൾ എക്സും വൈയുമാണ് ഇതാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ XY ആണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയുള്ള ഒരു പ്ലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് സാധാരണയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്നത് ഒരു പോളാർ പ്ലോട്ടാണ്. പോളാർ plot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a plot where theta we are representing theta and phi. പോളാർ ഗ്രാഫ് പേപ്പറുകൾ എന്നറിയപ്പെടുന്ന certain ഗ്രാഫ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട്, പോളാർ ഗ്രാഫ് പേപ്പേഴ്സ് എന്ന് പറയുന്ന certain ഗ്രാഫ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഗ്രാഫ് പേപ്പറുകളിലാണ് സാധാരണയായി നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഇത്തരം ഗ്രാഫ് പേപ്പറിൽ നമ്മൾ സാധാരണയായിട്ട് ഒന്നുകിൽ തീറ്റ അല്ലെങ്കിൽ ഫൈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ഫിക്സ് ചെയ്യപ്പെടുന്നു. അതായത് നമുക്ക് ഇവിടെ തൽക്കാലം നമ്മൾ ഫൈയെ 0 ഡിഗ്രി ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഫൈ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്യുന്നു. തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി 10 ഡിഗ്രി 20 ഡിഗ്രി അങ്ങനെയെല്ലാം ചേഞ്ച് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ലൈക്ക് ദിസ്. It will be like this, and when we are at നമ്മളിവിടെ ഫൈ തീറ്റ വാല്യൂ 0 എടുക്കുന്നു. തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗ്രാഫിക്കൽ പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടുള്ള പലതരത്തിലുള്ള 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി 40 ഡിഗ്രി അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇതെന്ന് പറയുന്നത്. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ദ വാല്യൂ ഷുഡ് ബി 0.07. ഇഫ് വി ആർ ടേക്കിംഗ് വൈ 0 തീറ്റ ഫൈ ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിലാണ് ഈ വാല്യൂ വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ അല്ല നമ്മൾ എടുക്കുന്നത്, ഇത് മാത്രമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 0.0282 വരും. ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നിരിക്കട്ടെ, സ്ക്വയർ എടുക്കുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.282 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നൗ കംസ് അനദർ വൺ അറ്റ്
10 ഡിഗ്രി 10 ഡിഗ്രിയിൽ നമുക്കറിയാം 10 ഡിഗ്രിയിലും അതേ പൊസിഷനിൽ തന്നെ, അതായത് 10 ഡിഗ്രിയിൽ 0.284 നമ്മൾ അടയാളപ്പെടുത്തുന്നു. വി ആർ ഗോയിങ് ടു അനദർ 20 ഡിഗ്രി 20 ഡിഗ്രിയിൽ നമുക്ക് എന്തിൽ അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും? അതേ പൊസിഷന് 0.282 നമ്മൾ അടയാളപ്പെടുത്തുന്നു. ദെൻ 30 ഡിഗ്രിയിലും 0.282 അടയാളപ്പെടുത്തുന്നു. ആൻഡ് വി ആർ കണ്ടിന്യൂയിങ് ദിസ്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെ വരെ എത്തുന്നു? വി ആർ കമ്മിങ് ടു 0യിൽ നിന്ന് നമ്മൾ എവിടെ വരെ എത്തുന്നു? 180 ഡിഗ്രി വരെ എത്തുന്നു. ആൻഡ് 180 ഡിഗ്രിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ദിസ് കുഡ് ബി 0.282 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു അനദർ വൺ. ഹിയർ വി ആർ ഗോയിങ് ടു 10 ഡിഗ്രി. ഇവിടെ നമ്മൾ വീണ്ടും 10 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിക്കോസ് തീറ്റയുടെ വാല്യൂ 0 to π വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും 10 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് സംഭവിക്കുന്നു? -10 ഡിഗ്രി, -20 ഡിഗ്രി അല്ലെങ്കിൽ 10-20 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വരെ നമ്മൾ എടുക്കുന്നു. അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും if this is 160 degree, then we can say that the value should be 0.282 and we are connecting these things. ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get a spherical shape. നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. എൻ്റെ സ്പെറിക്കൽ ഷേപ്പ് അത്ര ശരിയാകാത്തത് കൊണ്ടാണ്. I will draw it properly. We will get a first of all we will get a sphere എന്നതിനേക്കാൾ ആദ്യം നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു സർക്കിളാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഓക്കെ, ഇഫ് ദിസ് ഈസ് ഒരു സർക്കിൾ നമുക്ക് കിട്ടുന്നു. ദിസ് ഈസ് 0.282 എന്നിരിക്കട്ടെ. തൽക്കാലം ഇതിനെ ഞാൻ മാറ്റിയതിന് ശേഷം ഒരു സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഞാൻ 0.282 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. This is also I am assuming as 0.8282 and this is the circle I am getting. If I am taking like this, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിലോ, അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക്, അതായത് നിങ്ങൾ കാണുന്ന പൊസിഷനിലേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ അടുത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഫൈ ആംഗിൾ, അങ്ങനെ തീറ്റ ആംഗിൾ എടുക്കാൻ സാധിക്കും. ആൻഡ് പുറകിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ആൻഡ് വി വിൽ ഗെറ്റ് എ സ്പിയർ. നമുക്കിവിടെ എന്ത് കിട്ടുന്നു? വി വിൽ ഗെറ്റ് എ സ്പിയർ. നമുക്കിവിടെ ഇതിനൊരു സ്പിയർ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ എസ് ഓർബിറ്റൽ ഹാവ് ദ ഷേപ്പ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമ്മളോട് പറഞ്ഞു. എസ് ഓർബിറ്റൽ ഹാവ് എ സ്പെറിക്കൽ ഷേപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയ അബൌട്ട് ദ എസ് ഓർബിറ്റൽ. എസ് ഓർബിറ്റലിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. എസ് ഓർബിറ്റലിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ എസ് ഓർബിറ്റലിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആംഗുലാർ വാല്യൂ വെച്ച്, അല്ലെങ്കിൽ ആംഗുലാർ ഇക്വേഷൻ വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 1/4π² ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു? ഇവിടെ നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പിലുള്ള സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു. Now we are going to second one. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ബിഫോർ ഗോയിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു പിയിലേക്കാണ് പോകുന്നത്. പി നമുക്ക് 3 എണ്ണം ഉണ്ട്. പി എ എക്സ്, പി വൈ, പി ഇസഡ്. അങ്ങനെയാണ് നമ്മൾ പി എ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 3 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. പി എക്സും പി വൈയും പി ഇസഡും ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ടേക്കിംഗ് ദിസ് ഇക്വേഷൻ. നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നൗ ഐ ആം writing that equation y10 theta phi, that is equal to 3/4 pi raised to half cos theta. The importance of this equation is why I selected this equation first. ഇതിനെ ആദ്യം ഞാൻ സെലക്ട് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് പറഞ്ഞാൽ, നേരത്തെ പരിചയപ്പെട്ടതെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 0 മാത്രം, 0 അല്ലെങ്കിൽ തീറ്റയെയും ഫൈയെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. അല്ലെങ്കിൽ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എൽ വാല്യൂ എം വാല്യൂയും 0 ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കണ്ടത്. ഇവിടെ നമുക്ക് ഒന്നുകൂടെ മാറുകയാണ്. നമ്മൾ തീറ്റ വാല്യൂ കോസ് തീറ്റ, ദിസ് സിസ്റ്റം ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ വാട്ട് ഈസ് ദ ചേഞ്ച്? അവിടെ നമുക്കുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? അവിടെ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ അവിടെ നമുക്ക് 0 ആകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. തീറ്റ 0 ആകുന്ന സമയത്ത് നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ് തീറ്റ നമുക്കിവിടെ നമുക്ക് കൊടുക്കാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് പറയാനായിട്ട്. അതായത് തീറ്റ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മളവിടെ y of L
സോറി y ഓഫ് 10 തീറ്റ ഫൈ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് 0, ദിസ് കുഡ് ബി 1 ആൻഡ് ദിസ് കണ്ടിന്യൂസ്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു. അപ്പോൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കിട്ടുന്നത് തീറ്റ 10 ഡിഗ്രിയുടെ വാല്യൂ ഞാൻ പറയാം. അധികം വാല്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. 0.48 ആണ് വരുന്നത്. ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം 90 ഡിഗ്രി ആവുന്ന സമയത്ത്, തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത്, യു നോ ദാറ്റ് അറ്റ് 90 ഡിഗ്രി ഇറ്റ് ഈസ് 0. ഓക്കെ, ആൻഡ് when we are taking the square, ഇതിൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. We are taking the square of this one. This could be square of this one. ഇതിൻ്റെ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീറ്റ വാല്യൂ ആണ്, തീറ്റ വാല്യൂ ആണ് ഇവിടെ നമുക്ക് 1 വരുന്നത്. തീറ്റ വാല്യൂ പിന്നെ ഇവിടെ ഒരു 3/4π½ കൂടെ ഉള്ളതുകൊണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് 0.49 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 0.24 ആണ് ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഞാൻ ഇവിടെ 0.23 കിട്ടും. ആൻഡ് ദിസ് റെഡ്യൂസസ് ടു 0 ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു 180 ഡിഗ്രി. 180 ഡിഗ്രി ദിസ് കുഡ് ബി -1 ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പം -0.49 ആൻഡ് here this one should be 0.24. After 90 degree it could be, after 90 degree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അതൊരു മൈനസ് വാല്യൂ ആയിരിക്കും വരുന്നത്. -0.17 ആയിരിക്കും വരുന്നത്. -0.17 അല്ല, -0.09 ആണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് 0.01 നമുക്ക് എന്തായിട്ട് കിട്ടുന്നു, നമ്മളുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ദീസ് ആർ ദ വാല്യൂസ് obtained after substituting theta. Theta ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. Now we are going to the polar plot. പോളാർ പ്ലോട്ടിലേക്ക് നമുക്ക് പോകുന്നു. This is the polar graph. See, this is the polar graph and you can see that here you can see select 0 degree, 15 degree, 30 degree, 45 degree, 60 degree and ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യപ്പെടാവുന്ന ഒരു തരം പോളാർ ഗ്രാഫാണ്. ഞാൻ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തിരി ഇങ്ങോട്ട് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ നമ്മളിവിടെ ഒരു പോളാർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ പോളാർ ഗ്രാഫ് എന്ന് പറയുന്നതിനകത്ത് നമ്മളിവിടെ തീറ്റയാണ് നമുക്കിവിടെ വേരി ചെയ്യുന്നത്. തീറ്റ നമുക്കിവിടെ അറിയാം 0.49 തീറ്റ നമുക്ക് കിട്ടുന്നത് 0. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് നമ്മളുടെ ഇത് നമ്മളുടെ ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ ഓരോ വരയും നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് അതോരോ ഇൻഡിജേഴ്സാണ്, നമ്പറുകളാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് സ്കെയിലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്കെയിലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് 0.24 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 0.24 എന്ന് പറയുന്നത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത് 0.24 എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. 0.24 നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 10 ഡിഗ്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. 10 ഡിഗ്രിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ചുകൂടെ 10 ഡിഗ്രി ഇങ്ങോട്ടേക്കാണ് നമുക്ക് വരുന്നത്. 10 ഡിഗ്രി വരുന്ന സമയത്ത് സപ്പോസ് ഇവിടെയാണ് 10 ഡിഗ്രി എങ്കിൽ 10 ഡിഗ്രിക്ക് നമുക്ക് കുറച്ചും കൂടെ താഴെ നമ്മൾ 0.23 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ലൈക്ക് വൈസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 90 ഡിഗ്രി എത്തുന്ന സമയത്ത് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ആൻഡ് വെൻ വി ആർ കണക്റ്റിംഗ് ദീസ് തിങ്സ്, ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ദിസ് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സൈഡ് 100 ഡിഗ്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. 100 ഡിഗ്രിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ദിസ് ഈസ് എ 100 ഡിഗ്രി. 100 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? വി ആർ ഗെറ്റിംഗ് അനദർ ലോ ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് വിൽ ബി എ മാക്സിമം. മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമുക്ക് ഇവിടേക്ക് എത്തുന്നു.
ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് സൈഡ്, അടുത്ത സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, അതായത് സീറോയിൽ നിന്ന് നമ്മൾ എന്ത് പോകുന്നു, അടുത്ത സൈഡിലേക്ക്, അടുത്ത 10 ഡിഗ്രിയിലേക്ക് നമ്മൾ പോകുന്നിരിക്കട്ടെ. അടുത്ത 10 ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്ത് ലൈക്ക് ദിസ്, അത് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു അനദർ സൈഡ് ആൻഡ് ദാറ്റ് വിൽ ബി getting like this. And if the because this side represents the positive value and we are giving the symbol positive here and negative here, no significances is there. അവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള സിഗ്നിഫിക്കൻസസും ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അവിടെ ഒരു പോസിറ്റീവ് വാല്യൂസും കിട്ടുന്നു, നെഗറ്റീവ് വാല്യൂസും കിട്ടുന്നു. ബിക്കോസ് വി ആർ പ്ലോട്ടിങ് ഇൻ എ പോളാർ പ്ലോട്ട്. ഇത് നമുക്കൊരു പോളാർ പേപ്പറിലാണ്, അല്ലെങ്കിൽ പോളാർ ഗ്രാഫ് പേപ്പറിൽ നമ്മളതിനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് 0 ഡിഗ്രിയിൽ 0.49 നമുക്ക് വാല്യൂസ് കിട്ടുന്നു, 10 ഡിഗ്രിയിൽ 0.48 വാല്യൂസ് കിട്ടുന്നു. അങ്ങനെ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് എന്ത് കിട്ടുന്നു, വി ആർ ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതുപോലെ നമുക്ക് ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. ആൻഡ് we know that the m is equal to 0, m 0യും l 0യും ആയിരിക്കുന്ന സമയത്ത് ഇത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഓൾവേസ് വിൽ ബി ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. അതിൻ്റെ എപ്പോഴും എന്തായിരിക്കും, ഇസഡ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർബിറ്റലിനെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് PZ orbital എന്നാണ്. ഈ ഒരു ഓർബിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് PZ orbital. ഓൾവേസ് റിമെമ്പർ ദാറ്റ് PZ orbital represent when L value is equal to 1, sorry, L value ഇവിടെ ഞാൻ 0 ആണ് കൊടുത്തിരിക്കുന്നത്, 1 ആണ്. When L value is equal to 1 and M value is equal to 0, in that case the orbital must be a PZ orbital. അതെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു PZ orbital ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Okay, now I am going to another orbital, that is py orbital, px ഓർബിറ്റലിലേക്ക് നമുക്ക് പോകാം. px ഓർബിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും y1 θ യും ഉണ്ട്, y1 -1 θ യും ഉണ്ട്. ഈ y11 θ ഓർബിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് px ഓർബിറ്റൽ. ഇത് pz ആണ്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് py ഓർബിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലൈക്ക്വൈസ് ഇതുപോലെ തന്നെ നമ്മൾ പോളാർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ പോളാർ ഗ്രാഫിനകത്ത് നമുക്ക് തീറ്റ വാല്യൂസ് മാറുന്നതിനനുസരിച്ച്, അപ്പോൾ അവിടെ നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ തീറ്റ ഇതിൻ്റെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, സൈൻ തീറ്റയും ഫൈയും രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് പി എക്സും പി വൈയും എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെയും, അതായത് നമ്മളുടെ തീറ്റയെയും ഫൈയെയും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ പോളാർ ഗ്രാഫിൽ നമ്മൾ സാധാരണയായിട്ട് തീറ്റയുടെ ഒരു ടേമും എടുക്കും, ഫൈയുടെ ഒരു ടേമും എടുത്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വരയ്ക്കുന്നത്. ബൈ ഫിക്സിങ് തീറ്റ ആസിസ്, ആദ്യം നമ്മൾ ഫൈ നേരത്തെ പറഞ്ഞതുപോലെ ഫൈയെ 0 ആക്കിക്കൊണ്ട് തീറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ കാണും. അതിനുശേഷം നമ്മൾ എന്ത് കാണുന്നു, തീറ്റയെ നമ്മൾ 0 ആക്കിക്കൊണ്ട് ഫൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ഡ്രോ ചെയ്യും. അങ്ങനെ വരയ്ക്കുന്ന സമയത്താണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് അതിൻ്റെയും ഷേപ്പ് കിട്ടുന്നത്. ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നതും സാധാരണഗതിയിൽ ലൈക്ക് വൈസ് ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണം പോസിറ്റീവ് സൈഡും ഉണ്ടായിരിക്കും, നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. This will be the shape of px. And in the case of py also there should be like this. ഒരെണ്ണം പോസിറ്റീവ് ലോബുമായിരിക്കും, അടുത്തത് നെഗറ്റീവ് ലോബുമായിരിക്കും. ദാറ്റ് കുഡ് ബി ദ ഷേപ്പ് ഓഫ് പി വൈ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഓൾസോ ദ ഷേപ്സ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഇതുപോലത്തെ തന്നെ ആയിരിക്കും നമുക്ക് ഷേപ്പുകൾ എന്ന് പറയുന്നത്. ഡി ഓർബിറ്റൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡി ഓർബിറ്റലിൽ പലതരത്തിലുള്ള ഓർബിറ്റൽസ് ഉണ്ട്. dz² ഓർബിറ്റലുണ്ട്. ഐ എം ഗോയിങ് ടു ദാറ്റ്. When this is equal to 0 and this is known as a dz² orbital. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് dz² ഓർബിറ്റൽ ഉണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത വരുന്ന ഓർബിറ്റൽ എന്ന് പറയുന്നത് dx² y² ഓർബിറ്റൽ ഉണ്ട്, dx² y² ഓർബിറ്റൽ, dyz ഓർബിറ്റൽ, dxz ഓർബിറ്റൽ, dxy ഓർബിറ്റൽ. അങ്ങനെ 5 ടൈപ്പ് ഓർബിറ്റൽസ് ആണ് നമുക്ക് സാധാരണയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഒരു ആംഗുലാർ
ആംഗുലാർ വേവ് ഫങ്ഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഏതൊക്കെയാണ് അത്തരത്തിൽ വരാനായിട്ട് സാധ്യതയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളുടെ എന്ന് പറയുന്നത്. ദിസ് കുഡ് ബി ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കുഡ് ബി ഡി എക്സ് വൈ d xz dyz. These are the orbitals of d orbitals. ഇതാണ് d orbitals എന്ന് പറയുന്നത്. ആൻഡ് ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇതും അതുപോലെ തന്നെ പോളാർ പ്ലോട്ടിലാണ്, പോളാർ ഗ്രാഫിലാണ് നമ്മൾ വരയ്ക്കുന്നത്. Say like this. And there must be a lobe like this, and this charge of this lobe must be minus. This is for dz square dx square minus y square എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എന്ന് പറയുന്നത് like this. And this is negative charge and this is positive charge. And in the case of dyz in the pratyekata, that could be in between the axis. And this is plus lobe and this is plus lobe. ഈ ലോബുകൾ തമ്മിൽ ഒരേ വലിപ്പമാണുള്ളത്. This minus lobes. And in the case of dxz, that could be like this. And finally dxy. This is plus, this is plus, this is negative. And these are the idea about the orbitals. Orbitals എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഐഡിയകൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് വിൽ ബി സ്പിന്നിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വിൽ ബി ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിലായിരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, താങ്ക് യു.